വല്ലാത്ത ക്രിമിനൽ മനോഭാവങ്ങൾ ഉണ്ടാവും, സ്വാഭാവികം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഇതാ വീണ്ടും ഒരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ബ്രേക്കിംഗ് വാർത്തയുമായി നമുക്കൊപ്പം റോഷി പാലാണ് ചേരുന്നത്. റോഷി, വെരി ഗുഡ് മോർണിംഗ് റോഷി. നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത്. നേരത്തെ റഹീസ് കൊടയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. തെക്കൻ കേരളത്തിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തെക്കൻ കേരളത്തിൽ ചെറിയ രീതിയിലൊക്കെ ഒരു ചാറ്റൽ മഴ ഉണ്ടാകുമെന്ന് സൂചനയുണ്ട്. കാരണം കാലാവസ്ഥ ഇങ്ങനെ മാറുകയാണല്ലോ. ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിൻ്റെയൊക്കെ തുടർച്ചയായി ഒറ്റപ്പെട്ട ചാറ്റൽ മഴ, ശക്തിയായ മഴ ഉണ്ടാകില്ല, അങ്ങനെ ഒരു ചെറിയൊരു ചാറ്റലുണ്ട് രാവിലെ തന്നെ. ഈ കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞതുപോലെ കേരളത്തിൽ, വടക്കൻ കേരളത്തിൽ ചൂടും തെക്കൻ കേരളത്തിൽ തണുപ്പുമാണെന്ന് പറയുന്ന പോലെയാണ് UDF-ന്റെ കാര്യം. UDF-ൽ ഘടകകക്ഷികളൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ്. കോൺഗ്രസും ആത്മവിശ്വാസത്തിലാണെങ്കിലും കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തീർന്നിട്ട് ഘടകകക്ഷികൾക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ബ്രേക്കിംഗ് ആണെന്ന് തോന്നുന്നു. എന്താണ് ബ്രേക്കിംഗ് റോഷി? ഡോക്ടർ അരുൺകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ മുന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എല്ലാ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും അവർ സംഘടനാ സംവിധാനത്തെ ഊർജ്ജസ്വലമാക്കുന്ന ഒരു സമയമാണിത്. ആ ഘട്ടത്തിലാണ് കോൺഗ്രസിനകത്ത് തർക്കങ്ങൾ തുടങ്ങിയത്. അത് സാധാരണ കോൺഗ്രസിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വലിയ തർക്കങ്ങൾ നടന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പിളർപ്പിലേക്കൊക്കെ എത്തിയ പല ഘട്ടങ്ങളിലായി അങ്ങനെ അഭിമുഖീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ അത്രത്തോളം തർക്കമില്ലെങ്കിലും ഈ തർക്കം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടിക്ക് വഴിയൊരുക്കുമെന്ന ആശങ്കയാണ് UDF-ലെ പ്രധാനപ്പെട്ട എല്ലാ ഘടകകക്ഷികൾക്കുമുള്ളത്. ഈ ആശങ്ക ആ ഘടകകക്ഷികളൊക്കെ ഹൈക്കമാൻഡ് പ്രതിനിധിയായി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ അറിയിച്ചു എന്നതാണ് വാർത്ത. അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ KC വേണുഗോപാൽ കേരളത്തിലുണ്ടായിരുന്നു. നേരത്തെ തന്നെ KC വേണുഗോപാലുമായി ഇവർ ആശയവിനിമയം ടെലിഫോൺ വഴി നടത്തിയിരുന്നു. ഇപ്പോൾ നേരിട്ട് തന്നെ നേതാക്കളൊക്കെ ഈ കാര്യം ധരിപ്പിച്ചു. വളരെ പോസിറ്റീവായി KC വേണുഗോപാൽ ഇക്കാര്യം കൈകാര്യം ചെയ്യുമെന്ന ഉറപ്പ് ഘടകകക്ഷികൾക്ക് നൽകി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്, കോൺഗ്രസിനെ മാത്രമല്ല UDF-ലെ ഘടകകക്ഷികൾക്കും. കാരണം പ്രവർത്തകർക്ക് ഒരു ആവേശമുണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പ്രവർത്തകർക്ക് ഏതെങ്കിലും തരത്തിൽ അവർക്ക് അവസരം ലഭിക്കുക ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. അവിടെ തിരിച്ചടി ഉണ്ടായാൽ അത് കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന ഒരാശങ്കയാണ് നേതാക്കൾക്കുള്ളത്. ഒന്ന്, കഴിഞ്ഞ വട്ടം ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു തിരിച്ചടി UDF മുന്നണിക്കുണ്ടായതാണ്. ഇനിയും ഒരു തിരിച്ചടി അഭിമുഖീകരിക്കാനുള്ള ഒരു ത്രാണി മുന്നണിക്കില്ല എന്ന ഒരു വിലയിരുത്തൽ അത് കോൺഗ്രസിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കുവച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ, മുസ്ലിം ലീഗ് മുൻകൈ എടുത്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട എല്ലാ ഘടകകക്ഷികളും അവരുടെ ആശങ്ക നേതൃത്വത്തെ അറിയിച്ചത്. പക്ഷേ അവരൊക്കെ പറയുന്നുണ്ട് നേരത്തെ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ കോൺഗ്രസ് അതിജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രശ്നമല്ല, പക്ഷേ ഇത് ലഘുവായി കാണാൻ പാടില്ല. ലഘുവായി കണ്ടാൽ പിന്നീട് അത് ഗുരുതരമായ തർക്കങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് മുന്നറിയിപ്പ് നൽകി തർക്കം വേഗം തീർത്ത് പെട്ടെന്ന് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള തയ്യാറെടുപ്പ് തുടങ്ങണമെന്ന് പറയുന്നു. പക്ഷേ അതൊക്കെ പറയുമ്പോഴും ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മിഷൻ 25 എന്ന പരിപാടി പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്തെ പരിപാടിയിൽ KC വേണുഗോപാൽ പങ്കെടുത്തതാണ്. അവിടെ KC വേണുഗോപാൽ പറഞ്ഞൊരു കാര്യമുണ്ട്, പിണങ്ങിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരണം. ഇതുവരെ കോൺഗ്രസിലെ ഒരു നേതാവും പറയാത്ത കാര്യമാണ്. പ്രാദേശിക നേതാക്കൾക്ക് നൽകിയ നിർദ്ദേശം, പലരും തെറ്റിദ്ധാരണ കൊണ്ട് പാർട്ടി വിട്ടുപോയിട്ടുണ്ട്, അവരെയൊക്കെ പതുക്കെ തിരിച്ചെത്തിക്കണം. അവരുടെ വീടുകളിൽ പോയി അവരുമായി സംസാരിച്ച് തെറ്റിദ്ധാരണ മാറ്റി അവരെ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കണം. 2025 കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം സംഘടന ഊർജിതപ്പെടുത്തുക, സംഘടന പുനഃസംഘടിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തവണ, ഈ വർഷം നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണെന്ന് KC വേണുഗോപാൽ ഇന്നലെ ആ പരിപാടിയിൽ വാർഡ് പ്രസിഡന്റുമാരുടെ സംഗമത്തിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായൊരു പ്ലാനിങ് ഈ കാര്യത്തിൽ ഹൈക്കമാൻഡിനുണ്ട് എന്നാണ് KC വേണുഗോപാലിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികൾ ഉന്നയിച്ച പരാതി ഗൗരവത്തോടെ എടുത്ത് ആ പരാതികളിൽ പരിഹാരമുണ്ടാക്കാൻ ഹൈക്കമാൻഡ് ശ്രമിക്കാനാണ് സാധ്യത. ഓക്കെ, താങ്ക് യു റോഷി. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്.